കൂടുതൽ വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, പോലീസിനെതിരെ വീണ്ടും ADGPക്കെതിരെ ഒപ്പം മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ വിരൽ പ്രധാനമായിട്ടും ചൂണ്ടുന്ന അവസ്ഥയിലേക്ക് വീണ്ടും അൻവർ എന്താണോ നിലമ്പൂരിൽ പറഞ്ഞു നിർത്തിയത് അവിടെ നിന്ന് വീണ്ടും ആരോപണങ്ങൾ വീണ്ടും ശക്തമായിട്ട് ആക്രമിക്കുമ്പോൾ പ്രധാന ലക്ഷ്യം മുഖ്യമന്ത്രി തന്നെ. അത് തന്നെയായിരുന്നു വാക്കുകളുടെ രത്നചുരുക്കം. തീർച്ചയായും ഈ മാമി തിരോധാന കേസ്, അതായത് കോഴിക്കോട് നഗരത്തിൽ നിന്നും കാണാതായ മാമി എന്ന റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനുമായി ബന്ധപ്പെട്ട ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ യോഗം വിളിച്ചു ചേർത്തത്. എന്നാൽ മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ശേഷം പൂർണ്ണമായും മുഖ്യമന്ത്രിക്കും പോലീസിനുമെതിരായ വിമർശനങ്ങൾ തന്നെയാണ് ഇന്നും ആവർത്തിച്ചത്. ADGP അജിത് കുമാറിന് മുകളിൽ ഒരു പരുന്തും പറക്കില്ല എന്ന് അൻവർ കുറ്റപ്പെടുത്തുന്നു. ഒരു മുഖ്യമന്ത്രി ഒരു ക്രിമിനലിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. കൈപിടിച്ചു വലിച്ചാലും കാൽ പിടിച്ചു വലിച്ചാലും പെട്ടുവിടാൻ തയ്യാറല്ല. എന്തുകൊണ്ടാണ് ഇത് എന്ന് ജനം ചിന്തിക്കണം എന്ന് അൻവർ പറയുന്നു. പോലീസിന്റെ ചെറിയ വിഭാഗമാണെങ്കിൽ പോലും ഒരു ക്രിമിനൽ വൽക്കരണം നാട്ടിലുണ്ടാവുന്നു. അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുക. മോശം പോലീസിംഗ് കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെയും CPM-നെയും ജനങ്ങൾ വെറുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്നും പറയുന്നു. കരിപ്പൂർ എയർപോർട്ട് മലപ്പുറം ജില്ലയിലാണ്. ഇവിടെ സ്വർണം പിടികൂടിയാൽ മലപ്പുറം ജില്ലയിലാണ് FIR ഇടുക. അത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരായിരിക്കാം ഈ കരിപ്പൂരിലേക്ക് വരികയും പോവുകയും ചെയ്യുന്നത്. പക്ഷേ ഈ സ്വർണം പിടിക്കുന്ന കേസുകളുടെ മുഴുവൻ ഉത്തരവാദിത്വം മലപ്പുറം ജില്ലയുടെ പേരിൽ മുഖ്യമന്ത്രി ഇടുകയാണ് എന്നും പറയുന്നു. ഒരു സമുദായത്തെ അടച്ചാക്ഷേപിക്കുന്ന നിലപാടാണ് ഇത്തരത്തിൽ സ്വീകരിക്കപ്പെടുന്നതെന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം മലപ്പുറം